ഹലോ കൂട്ടുകാരെ, നയനം എന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പ്രണയ കഥയാണ്. അർജുൻ്റെയും നയനയുടെയും പ്രണയം. പക്ഷെ അർജുൻ ഒരു കൗശലക്കാരനാണ്. നയനയെ തൻ്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ അവൻ എല്ലാവിധ തന്ത്രങ്ങളും ഉപയോഗിക്കും. ആ രീതിയിലാണ്. അതായത് അർജുൻ ഒരു നല്ല വ്യക്തി അല്ലേ അല്ല, അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങാലോ. നയനം രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഫ്ലാറ്റിൻ്റെ ഡോർ ലോക്ക് ചെയ്തു. സൂസൻ ലിഫ്റ്റിനരികിൽ അവളെ കാത്തു നിൽക്കുന്ന 3 പേരുടെ അടുത്തേക്ക് നടന്നു. റിമയും നേഹയും ലിഫ്റ്റിൽ കയറിയതിന് പിറകെ പരുങ്ങലോടെ നയനയും കയറി. അവൾക്ക് എല്ലാത്തിനോടും ഭയമാണ്. ഒരാളോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനും ഉറക്കെ ചിരിക്കാനും തനിച്ച് കിടക്കാനും നടക്കാനും ആ കൊച്ചു പെൺകുട്ടിക്ക് പേടിയാണ്. ഇത്തരമൊരു പ്രകൃതക്കാരി എങ്ങനെ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുമെന്ന് സൂസൻ ചിന്തിച്ചു. പലപ്പോഴും അവളിൽ നിന്ന് ഉളവാകുന്ന ആത്മധൈര്യം ആർജിച്ചെടുത്തതല്ല, സൂസൻ്റെ പ്രേരണയിൽ നിന്ന് മുള പൊട്ടുന്നതാണ്. എങ്കിലും സൂസൻ അവളോട് സ്നേഹമാണ്. അവർക്കൊപ്പം ലിഫ്റ്റിൽ കയറിയതും സൂസൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. തോളിലെ ഷോർട്ട് ഹാൻഡ് ബാഗ് വലിച്ചൂരി തുറന്ന് സൂസൻ ഫോൺ എടുത്തു. സ്ക്രീനിൽ കാണുന്ന പേര് കണ്ട് അവളുടെ മുഖം തെളിയുന്നത് മൂവരും ശ്രദ്ധിച്ചു. എടോ അർജുൻ! ആശ്ചര്യം കൊണ്ട് അവളുടെ മിഴികൾ തിളങ്ങി. ആ പേര് കേട്ടതും നയനയുടെ നെഞ്ചിൽ ഒരാന്തൽ അവൾ അറിഞ്ഞു. പേരറിയാത്തൊരസ്വസ്ഥത അവളെ ചുറ്റി വരിഞ്ഞു. അർജുൻ! സൂസൻ ലിഫ്റ്റിനുള്ളിലേക്ക് ചാരി നിന്നുകൊണ്ട് ഫോൺ കാതോരം വെച്ചു. താനിതെവിടെ? അവൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം അവൾക്കരികിൽ നിൽക്കുന്നവർക്കും കേൾക്കാം. ഞങ്ങളെല്ലാവരും ഔട്ടിങ്ങിനിറങ്ങിയതാ. ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ. അറോഷ് കമ്പനിയുടെ മോഡലായി തിരഞ്ഞെടുത്തതിന് നയനയുടെ വക ട്രീറ്റും പിന്നെ ഒരു സിനിമയും. സൂസൻ കൂട്ടുകാരെ നോക്കിക്കൊണ്ട് കണ്ണിറുക്കി. സൂസനോട് എനിക്ക് സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ട്. അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂസൻ അവിടെ നിന്ന് മാറി നിൽക്കണം. അവൻ്റെ പെട്ടെന്നുള്ള പറച്ചിൽ കേട്ട് സൂസൻ്റെ ഉള്ളൊന്ന് കുലുങ്ങി. ഏറെ നാളായി അവൻ്റെ ഒരു ക്ഷണത്തിനായി അവൾ കാത്തിരിക്കുന്നു. മുൻപിൽ പകച്ചു നിൽക്കുന്ന മിഴികളിലേക്ക് നോട്ടമെത്തിക്കാതെ ലിഫ്റ്റിൽ നിന്നിറങ്ങിയതും ഫോൺ ചെവിയിൽ വെച്ച് മുൻപോട്ട് പോയി. നയനയും റിമയും നേഹയും പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. അവിടെ സൂസൻ്റെയും നേഹയുടെയും സ്കൂട്ടർ ഇരിപ്പുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? സൂസൻ പോയ ഭാഗത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് റിമ തിരക്കി. കുഴപ്പമല്ല, അർജുനും ചേച്ചിയും തമ്മിൽ പല ഇടപാടുകൾ ഉണ്ടാവുന്നതല്ലേ, അങ്ങനെ വല്ലതുമാവും. നയന കേൾക്കാതെ നേഹ റിമയുടെ കാതിൽ പതിയെ പറഞ്ഞു. അവളുടെ സ്കൂട്ടിയിൽ ചാരി നിന്നു. നമ്മളെയൊന്നും അയാൾക്ക് കണ്ണിൽ പിടിക്കേയില്ല. സൂസൻ ചേച്ചിയുടെ ഒരു യോഗം. റിമ കൈകെട്ടി നയനയുടെ തോളിൽ അവളുടെ തോൾ കൊണ്ടൊന്ന് തട്ടി. ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ ആണുങ്ങളെന്താ ഇത്രക്ക് ലഹരിയാ? നയനയുടെ മുഖം ചുവന്നു തുടുത്തു. എല്ലാ ആണുങ്ങളും ലഹരിയല്ല മോളെ. അർജുനെ പോലെ ചില റയർ പീസുകൾ മാത്രം. നേഹ കണ്ണുകൾ ഇറുക്കി അടച്ച് കൈകൾ കോർത്ത് തലയാട്ടി. എന്താ അർജുൻ കാര്യം? ശൃംഗാരഭാവത്തിൽ സൂസൻ ചുണ്ടുകൾ സ്വയം കടിച്ചു വിട്ടു. നിന്റെ ആ ഫ്രണ്ടില്ലേ നയന കോശി, അവളെ എൻ്റെ കമ്പനിയുടെ മോഡലാക്കാൻ എനിക്ക് സമ്മതമല്ല. എന്താ? അർജുൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ തുളച്ചു കയറി. നീയൊക്കെ എന്താ വിചാരിച്ചു വെച്ചത്? അറോഷ് എന്ന ഇൻ്റർനാഷണൽ ഫാഷൻ ലോകത്തിൻ്റെ മോഡലാകാൻ ഒരു ഗോവണിപ്പടി കയറുന്ന അത്ര എളുപ്പമാണെന്നോ?
കേവലം റാമ്പ് വാക്കിംഗ് മാത്രം വെച്ച് ഏതോ ഓണം കയറാൻ മൂലയിലെ പെണ്ണിനെ പിടിച്ചെൻ്റെ ബ്രാൻഡിൻ്റെ മോഡലാക്കിയാലേ കമ്പനി എപ്പോൾ പൂട്ടിപ്പോയെന്ന് നോക്കിയാൽ മതി. അർജുൻ്റെ പരിഹാസം കേട്ട് സൂസൻ്റെ ചെന്നിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഒന്നും നഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും ജീവിച്ചിട്ടില്ലാത്തതിൻ്റെ അഹങ്കാരം, മറ്റുള്ളവരുടെ കുറവിൽ കാണിക്കുന്ന പുച്ഛം. ഞാനിക്കാര്യം ഒഫീഷ്യലായിട്ട് കമ്പനിയിൽ അറിയിച്ചിട്ടില്ല. അവൾക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യാമെന്ന് കരുതി. ഒരൊറ്റ രാത്രി അവളെനിക്ക് താ. റാം വാക്കിംഗ് അല്ലാതെ മറ്റെന്തൊക്കെ കഴിവുകൾ അവൾക്കുണ്ടെന്ന് ഞാൻ ആഴത്തിൽ പഠിച്ചോളാം. പറയുന്നതോടൊപ്പം അവൻ്റെ അട്ടഹാസവും പുറത്തേക്ക് പ്രതിഫലിച്ചു. നിർത്ത് അർജുൻ, നിന്റെ വൃത്തികെട്ട ചിരി. താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഇങ്ങനെ പരിഹസിക്കണ്ട. സൂസൻ ദൂരെ ഒന്നും അറിയാതെ നിൽക്കുന്ന ആ പാവം പെണ്ണിനെ നോക്കി. താല്പര്യം ഉണ്ട്, താല്പര്യമേ ഉള്ളൂ. അവളെ എനിക്ക് വേണം സൂസൻ, നിന്റെ നയനാഘോഷിയെ. ചുവടുകൾ വെച്ച് അവൾ വന്നത് ഈ അർജുൻ്റെ ഉള്ളിലേക്കായിരുന്നു. എൻ്റെ മനസ്സ് എനിക്ക് പിടി തരുന്നില്ല. അവൾ എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്നു, ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ആ പെണ്ണുടലിനെ അറിയാൻ എൻ്റെ ദേഹം പെരുക്കുന്നു സൂസൻ. ഒരു രാത്രി അവൾ എനിക്ക് വേണം. ശൗര്യം നിറഞ്ഞവൻ്റെ ശബ്ദം കാറ്റുപോലെ നേർത്തുപോയത് പെട്ടെന്നായിരുന്നു. അർജുൻ, നീ ഉദ്ദേശിക്കുന്നത് പോലൊരു പെണ്ണല്ല അവൾ. സൂസൻ പേയായിരിക്കും, സൂസൻ്റെ കൂടെ ഉള്ളവൾമാരും. പക്ഷെ നയന, അവളുടെ പരിശുദ്ധി ഒരിക്കലും കളങ്കപ്പെട്ടിട്ടില്ല. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, തെറ്റുകളിലേക്ക് പോകില്ലെന്ന അവളുടെ ദൃഢനിശ്ചയം. ഇടറിയ സ്വരം നേരെയാക്കി സൂസൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. സൂസൻ്റെ വാക്കുകൾ അവൻ്റെ മിഴികൾ വിടർത്തി. റാമ്പിൽ ചുവട് വെച്ചവളുടെ അംഗലാവണ്യത്തിനപ്പുറം അവളിൽ ഒളിഞ്ഞു കിടന്ന ജാള്യത അവനും തിരിച്ചറിഞ്ഞതാണ്. നയനയിലേക്ക് അടുക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നതും അവളിലെ ലജ്ജയാണ്. തുണി ഊരാൻ യാതൊരു മടി ഇല്ലാത്തവരേക്കാൾ എത്ര മനോഹരമായിരിക്കും ആ നാണക്കാരിയുമൊത്തുമുള്ള രാത്രികൾ. സൂസമ്മോ, നിന്റെ കുശുമ്പ് അവിടെ തന്നെ വെച്ചേക്ക്. അവളെ എൻ്റെ അരികിലെത്തിച്ചാൽ നേട്ടം മാത്രമല്ല, നേട്ടം നിനക്കും ഉണ്ടാകും. പണം അത് എത്ര വേണമെങ്കിലും ഈ അർജുൻ തരും. എന്നെ അനുസരിക്കാതിരുന്നാൽ നിന്റെ ആ പരിശുദ്ധിയുള്ളവളെ അർജുൻ വലിച്ചു കീറും. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അറിയാലോ എന്നെ. ഭയപ്പെടുത്തും വിധം ഉച്ചത്തിൽ പറഞ്ഞു അവൻ സംസാരം അവസാനിപ്പിച്ചു. കോൾ കട്ടാക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ സൂസൻ ഫോൺ കാതിൽ നിന്നെടുക്കാതെ പകച്ചു നിന്നുപോയി. മിഴിച്ചു നിൽക്കുന്നവളെ ദയനീയമായി നോക്കിക്കൊണ്ട് സൂസൻ മൂവർക്കും അരികിലേക്ക് നടന്നു. എന്താ ചേച്ചി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നേഹ ഹെൽമെറ്റൊക്കെ വെച്ച് സ്കൂട്ടിയിൽ കയറിയിരുന്നിട്ടുണ്ട്. അവളുടെ തോളിൽ കൈ തൂക്കി റീമ പിറകിലും. ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു അവളുടെ സ്കൂട്ടർ ചാരി നിൽക്കുന്ന നയനയെ കെട്ടിപ്പിണർന്നു. കേറ്, പോകാം. അവളിൽ നിന്നും അടർന്നു മാറി സൂസൻ പുഞ്ചിരിച്ചു. അന്താളിച്ചു നിൽക്കുന്ന ആ മിഴികളിൽ വെറുതെയാ പുഞ്ചിരിച്ചു. ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കേറിയ റോഡിലൂടെ ശരാശരി വേഗത്തിൽ സൂസൻ സ്കൂട്ടർ ഓടിച്ചു. അർജുനെ പിണക്കില്ല. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ തനിക്ക് പിറകിൽ ഇരിക്കുന്നവളുടെ കണ്ണാടിയിൽ കാണുന്ന
രൂപം നോക്കി സൂസൻ മനസ്സിൽ ഉറപ്പിച്ചു. മുൻവശം മുഴുവനായി മനോഹരമായ ഗ്ലാസിൽ പണിത മാളിനകത്തേക്ക് 4 പേരും കടന്നു. ഒരു സ്കൂൾ കുഞ്ഞിനെ പോലെ സൂസന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് നയനയും. അവളുടെ മിഴികൾ ഭീതിയോടെ എന്തിനെന്നില്ലാതെ അവിടമാകെ പരതുകയാണ്. റിമയും നേഹയും ഈ ലോകത്തേ അല്ലെന്ന മട്ടിൽ കളിയും തമാശയുമായി മുന്നോട്ട് നടന്നു. ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഹാങ് ചെയ്തിട്ട ഔട്ട്ലെറ്റുകളിൽ കയറി റിമ ദേഹത്ത് വെച്ച് നോക്കുന്നുണ്ട്. നയന, ഇതൊന്ന് നോക്കിയാൽ നന്നായിട്ടുണ്ട്, നിനക്ക് ചേരും. ലോങ് സ്കൈ ബ്ലൂ ഷർട്ട് റിമയുടെ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ചു. നേഹ അവളെ വിളിച്ചു. അവളുണ്ടോ മുന്നോട്ട് വരുന്നു. അമ്മയുടെ പിറകിൽ മറയുന്ന കൊച്ചു കുഞ്ഞായി അവൾ സൂസന്റെ ചിറകിൽ ഒളിച്ചു. ഈ പെണ്ണിത്, നിന്നെ ആരും പിടിച്ചു തിന്നൊന്നുമില്ല. റിമ ഇതും പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചു. സൂസനും കൂടെ ചെന്നു. അവളിലെ വെപ്രാളവും അപരിചിതരോടുള്ള ഭയവും സൂസനിലെ ആത്മവിശ്വാസത്തെ കെടുത്തി. പിടിച്ചു വലിക്കുന്നവളുടെ പിറകിൽ വരുമ്പോൾ അവൾ ആ കൂടി നിൽക്കുന്നവരെയൊക്കെ ജാളിത നിറഞ്ഞ മുഖത്തോടെ നോക്കി. ഒരാളും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ നേരെ നിന്നു. നേഹ സ്കൈ ബ്ലൂ ഷർട്ട് അവളുടെ നെഞ്ചത്ത് വെച്ചു. ആഹാ, കൊള്ളാലോ, അവൾക്കത് ചേരും. എവിടെയോ നിന്നൊരു കമൻറ്റ് കേട്ടതും 4 പേരും ഞെട്ടലോടെ ചുറ്റും നോക്കി. 3 ഫ്രീക്കൻ പയ്യന്മാരിൽ ഒരുവൻ്റെ കമൻ്റാണ്. അവനൊരു വഷളം ചിരിയോടെ നയനയെ അടിമുടി ഒഴിഞ്ഞു നോക്കി. നയനയുടെ നെഞ്ചിൽ ഒരാന്തൽ മിന്നി. അവൾ സൂസന്റെ തോളിൽ പിടിച്ചു പിറകിൽ നിന്നു. എടി കൊള്ളില്ല, വേറെ നോക്കാം. നേഹ ഷർട്ട് സ്റ്റാൻഡിൽ ഹാങ് ചെയ്തു. മാളിൻ്റെ ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി സൂസൻ നടന്നു. അവൾക്കൊപ്പം നടന്ന് ഇരുവർക്കുമിടയിലുള്ള ദൂരം കൂടുമ്പോൾ ഭീതിയോടെ നയന നടത്തത്തിൻ്റെ വേഗത കൂട്ടി. തോളിലെ ഷോൾ ഊർന്നു വീഴാൻ തുടങ്ങിയതും നേരെയാക്കുന്ന ആ ഞൊടി നേരം കൊണ്ട് ഫ്രീക്കന്മാരിലെ ഒരുവൻ അവളുടെ ദേഹത്ത് ഇടിച്ചു മുന്നോട്ട് നടന്നിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെന്നി വീഴാൻ തുടങ്ങിയവളെ സൂസൻ കൈകോർത്തു പിടിച്ചു നിർത്തി. ഫ്രീക്കൻ പയ്യൻ തിരിഞ്ഞു നിന്ന് നയനക്കൊരു ഫ്ലൈ കിസും കൊടുത്തു. സൂസൻ ആ പോയവരെ കോപാഗ്നിയിൽ വെന്തുരുക്കി. ഓടി! സൂസനെ നോക്കി ഒരുത്തൻ കൈ ഓങ്ങി പറഞ്ഞു. പേടിച്ചു വിറച്ചവൾ സൂസന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. നയന നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. നിന്റെ അനുവാദമില്ലാതെ ദേഹത്ത് തൊട്ടവനാണ് യാതൊരു കൂസലും ഇല്ലാതെയാ പോകുന്നത്. പോയി അവൻ്റെ കരണം നോക്കി പുകക്കെടി. സൂസൻ അവളുടെ ഉള്ളിലേക്ക് പ്രതികാരം തീക്കനൽ കോരിയിട്ടു. വേണ്ട ചേച്ചി, എനിക്ക് പേടിയാ, നമുക്കിവിടെ നിന്ന് പോകാം. എസ്കലേറ്റർ കയറി പോകുന്നവരെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി വിറയാർന്ന കരങ്ങളോടെ നയന സൂസനെ പിടിച്ചു വലിച്ചു. നീ വാ. ഉള്ളിൽ വന്ന അമർഷം നിരാശയോടെ അവൾ ഒതുക്കി. ഇത്രയും ഭീരുവായവളിൽ ധീരത എങ്ങനെ പഠിപ്പിക്കും? അർജുൻ എന്ന സിംഹത്തിൻ്റെ മുമ്പിൽ ഇവളൊരു രാത്രി വെളുപ്പിക്കില്ലെന്ന് ഉറപ്പ്. വിശപ്പറിഞ്ഞതും മാളിൽ കൂട്ടം തെറ്റിപ്പോയവർ തിരികെ എത്തി. എന്താ നയന? എന്താ ചേച്ചി? കരഞ്ഞു കലങ്ങിയ നയനയുടെ മുഖം കണ്ട് ആശങ്കയിൽ നേഹ തിരക്കി. ഒരു മോന് ഇവളെ ഇടിച്ചു വീഴ്ത്തിപ്പോയി. സൂസൻ പുരുകം ഉയർത്തി വേറെങ്ങോട്ടോ നോട്ടം മാറ്റി പല്ല് ഞെരിച്ചു. എന്നിട്ട് ആ ചെറ്റ വെറുതെ വിട്ടോ? നിങ്ങൾ വന്നേ, അവനെ കാണിച്ചുതാ. എന്താ വേണ്ടത്? എനിക്കറിയാം. നേഹ ടീഷർട്ടിൻ്റെ കൈ രണ്ടും ചുരുട്ടി കയറ്റി ഞെരിപിരി കൊള്ളുകയാണ്. നേഹ അടങ്ങിയിരി. അവളെ മേത്ത് തട്ടവനോട് പകരം ചോദിക്കാൻ അവൾക്ക് ആഗ്രഹമില്ലെങ്കിൽ നമ്മളതിന് മെനക്കെടേണ്ട കാര്യമില്ല.
സൂസൻ ആണയിട്ട് പറഞ്ഞതോടെ രംഗം തണുത്തു. ക്യാൻറ്റീനിൽ ഓർഡർ ചെയ്ത ഭക്ഷണം കാത്ത് 4 പേരും ഇരുന്നു. അങ്ങനെ നാളുകൾക്ക് ശേഷം നമ്മുടെ നയനക്കുട്ടിയുടെ വക ട്രീറ്റ്. റിമ അവളെ നോക്കി തലയാട്ടി. പക്ഷെ ഈ തണുപ്പൻ പ്രകൃതവും വെച്ച് നീ അവിടെ എന്തു ഉണ്ടാക്കുമെന്നാ എനിക്കറിയാത്തത്. കൈമുട്ട് ടേബിളിൽ കുത്തി മുഷ്ടി ചുരുട്ടി കവിളിൽ വെച്ച് നേഹ പറഞ്ഞു. ഏത് ഫീൽഡാണെങ്കിലും പിടിച്ചു നിൽക്കാൻ ചില പൊടിക്കൈകളൊക്കെ അറിഞ്ഞു വെക്കേണ്ടി വരും. അല്ലാതെ കിടന്ന് മോങ്ങാൻ നിന്നാലേ കമ്പനി എപ്പോൾ എടുത്ത് പുറത്താക്കിയെന്ന് നോക്കിയാൽ മതി. ഇപ്പം തന്നെ കണ്ടില്ലേ, നിന്റെ ദേഹത്ത് സ്പർശിച്ചിട്ട് കൂസാതെ പോയവനെ നീ വെറുതെ വിട്ടു. ഞങ്ങൾ വലിയ ശീലാവധികളായി പറയുന്നതല്ല, പക്ഷേ അനുവാദമില്ലാതെ നമ്മുടെ ദേഹത്ത് തൊടാൻ ഒരുത്തനെയും സമ്മതിക്കരുത്. ചുറ്റുമിരുന്ന് തന്നെ കുറ്റപ്പെടുത്തുന്നവരെ നിസ്സഹായതയോടെ നോക്കിയിരുന്നു നയന. അപ്പോഴും ആ പയ്യനെ അടിക്കാനുള്ള ധൈര്യം അവളുടെ ഉള്ളിൽ ആർജിച്ചതേയില്ല. നയനയുടെ ജോബ് അങ്ങനെ ഉറപ്പിക്കാനൊന്നുമായിട്ടില്ല. കമ്പനിയിൽ അതേക്കുറിച്ച് ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്തിട്ടില്ല. സൂസൻ ഇടറിയ ശബ്ദം ഒന്ന് നേരെയാക്കി തുടർന്നു. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നയനക്കൊരു സ്ക്രീനിങ് ഉണ്ടാകുമെന്നാണ് അർജുൻ പറഞ്ഞത്. അത് കേട്ടതും കുടിച്ചുകൊണ്ടിരുന്ന കൂൾ ഡ്രിങ്ക്സ് നയനയുടെ ശിരസിൽ കയറി ചുമച്ചു. ചേച്ചി, സ്ക്രീനിങ്ങോ എന്ന് വെച്ചാൽ? ബ്രോസ്റ്റ് കടിച്ചു വലിക്കുന്നേരം റിമ തിരക്കി. അതറിയില്ല, ചിലപ്പോൾ റാം ബാക്ക് ഫോട്ടോഷൂട്ട്, എല്ലാത്തിൻ്റെയും ഡെമോ കാണും. അയ്യോ ചേച്ചി, എനിക്ക് പേടിയാ. കഴിച്ചു കഴിഞ്ഞ കൈ ചുരുട്ടിയും നിവർത്തിയും നയന പറഞ്ഞു. തുടങ്ങി. ഈ പേടിയല്ലാതെ മറ്റെന്തെങ്കിലും വികാരം നിനക്കുണ്ടോ? ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് സൂസൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഈ പറഞ്ഞു തരുന്നതേ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ, അല്ലാതെ ഞങ്ങൾക്കൊന്നും നേടാനില്ല. അവസാന ഡയലോഗ് അവളുടെ മുഖത്തിനോടടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. നേഹയും കൈ കഴുകാൻ പോയി. മിഴികൾ വാർന്നു അവൾ ആ ടേബിളിൽ തനിച്ചിരുന്നു. എല്ലാവരുടെയും മൂഡ് തീരുമാനമായതോടുകൂടി സിനിമാ പ്ലാന് വേണ്ടെന്ന് വെച്ചു. പകരം ആ നഷ്ടം തീർക്കാൻ നേഹ ഒരു ബിയർ ബോട്ടിൽ വാങ്ങി. മാളിൻ്റെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ എത്തിയതും നയനയെ തള്ളിയിട്ട് പോയ ഫ്രീക്കൻ എവിടെ നിന്നോ ഓടി വന്നു നയനയുടെ കാലിൽ വീണു. ഞെട്ടിപ്പിടിഞ്ഞവൾ സൂസൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. ആ കൈകളാണല്ലോ അവളുടെ ആശ്രയം. എന്നോട് ക്ഷമിക്കണം മാഡം, അറിയാതെ പറ്റിപ്പോയത്, സോറി മാഡം. ഫ്രീക്കൻ പയ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. വായിൽ നിന്ന് ഒലിക്കുന്ന ചോര തുടച്ച കൈ കൊണ്ട് നയനയുടെ കാലിൽ തൊട്ടതും അവൾ അറപ്പോടെ കാൽ പിൻവലിച്ചു. തുടരും. അപ്പോൾ ആരാണ് ഫ്രീക്കൻ പയ്യനെ ഉപദ്രവിച്ചത്? ഇതിൻ്റെ പിറകിൽ അവൻ തന്നെ ആയിരിക്കില്ലേ അർജുൻ? അവളുടെ ഓരോ ചലനങ്ങളും അറിയാൻ അർജുൻ അവളുടെ പിറകിൽ തന്നെ ഉണ്ടോ? എന്തായാലും അർജുൻ്റെ ആഗ്രഹം നടക്കുമോ, അവൻ്റെ ലക്ഷ്യം നിറവേറുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ കഥ തുടർന്നും വായിക്കണം. അടുത്ത ഭാഗം ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാൻ കാത്തിരിക്കുമല്ലോ. നന്ദി, നമസ്കാരം.